ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ് സർ. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന തരത്തിലാണ് ഈ ബഡ്ജറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാർ, പുതിയ കേരളത്തിനുള്ള ഉറച്ച കാൽവെപ്പാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ്. സാർ, കശുവണ്ടി മേഖലയ്ക്ക് 53 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുകയാണ്. കുറച്ച് തുക കൂടി വേണ്ടിവരും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കൊല്ലം ജില്ലയ്ക്ക് ഈ ബഡ്ജറ്റിൽ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയ്ക്കാണ്. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ അക്കാര്യത്തിൽ എൻ്റെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സാർ, മത്സ്യ മേഖലയ്ക്ക് പ്രാദേശികവാദമല്ല, കൊല്ലം ജില്ലക്കാരനാണെന്നല്ല ഞാനും ധനകാര്യമന്ത്രി. അതുകൊണ്ടാണ് കൊല്ലം ജില്ലയ്ക്ക് സമഗ്രമായ വികസനമാണ് വരാൻ പോകുന്നത്. ധനകാര്യമന്ത്രിയുടെ ജില്ല എന്ന നിലയിൽ മാത്രമല്ല, അതും കേരളത്തിൻ്റെ പൊതു കാഴ്ചപ്പാട്. സാർ, ഒരു കാലഘട്ടത്തിൽ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളം അന്ധകാരത്തിലേക്ക് ആണ്ടുപോയി. ആ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയ കേരളീയ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പൊതുധാരയിലേക്ക് വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളം ഭരിക്കേണ്ടി വന്നു. സാർ, ഞാൻ ആ ചരിത്രത്തെ സംബന്ധിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാർ, മത്സ്യമേഖലയ്ക്ക് 227 കോടി രൂപ. സാർ, മൺട്രോത്തുരുത്ത് ടൂറിസം പാക്കേജ് എൻ്റെ ഒരു പഞ്ചായത്താണ്. കോടിക്കണക്കിന് രൂപയുടെ ടൂറിസം പാക്കേജാണ് എൻ്റെ പഞ്ചായത്തായിട്ടുള്ള മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൽ വരാൻ പോകുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ തള്ളിവിടുകയും കേരളത്തെ തകർക്കാൻ കഴിയില്ലെന്നും കേരളത്തെ ഒരു കാരണവശാലും തളച്ചിടാൻ കഴിയില്ലെന്നും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, 10ാം ധനകാര്യ കമ്മീഷൻ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് കേന്ദ്ര വിഹിതം കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര വിഹിതം 3.9%. ഇപ്പം നമുക്ക് ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിൻ്റെ തുക 1.8% കുറച്ചിരിക്കുകയാണ്. സാർ, അതായത് 57,400 കോടി രൂപ ഒരു വർഷം കേരളത്തിന് നഷ്ടമാണ്. സാർ, കേരളത്തിൽ നിന്നും ജയിച്ചു പോയ നമ്മുടെ UDFൻ്റെ MP-മാർ ലാസ്റ്റ് സഭ കഴിഞ്ഞു, 8ാം തീയതി സമാപിച്ചു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. എന്തെങ്കിലും ഒരു വർത്തമാനം അവർ ഈ നിമിഷം വരെ പറഞ്ഞു? സാർ, ഒരാൾ പോലും പറഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാരല്ലാതെ UDFൻ്റെ MP-മാർ യാതൊരുവിധ കമാക്ഷരം പറഞ്ഞില്ല. സാർ, എന്തിനാണ് സാർ അവരവിടെ പോയത്? ഈ കേരളം ഇത്രയും ഫിനാൻസ് ക്രൈസിസിൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന വിഹിതം നമുക്ക് തരുന്നില്ല. സാർ, 1 രൂപ നമ്മൾ കേന്ദ്രത്തിന് അടയ്ക്കുമ്പോൾ നമുക്ക് 25 പൈസ കിട്ടണം. അതാണ് കണക്ക്. ഞാൻ എല്ലാ കണക്കുകളെ സംബന്ധിച്ചും പറയുന്നില്ല. ഈ 1 രൂപ അടയ്ക്കുമ്പോൾ 25 പൈസ കേരളത്തിന് കിട്ടണം. പക്ഷെ അതും കിട്ടുന്നില്ല. സാർ, അതും കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലുകയാണ്. എങ്ങനെയൊക്കെ ഞെക്കിക്കൊല്ലാമോ ആ തരത്തിലാണ് ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടത്. സാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ കൊടുക്കുന്ന തുക എത്രയാണെന്നറിയോ? 70%, 40%, 45% തുക അവർക്ക് കൊടുക്കുന്നത്. സാർ, നേരത്തെ ഇവിടെ ബഹുമാന്യനായ ജലീൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സാർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായിരുന്നു. സാർ, 3 തവണ മുഖ്യമന്ത്രിയായപ്പോൾ അഹമ്മദാബാദിൽ മാത്രം കുറച്ച് വികസന പ്രവർത്തനം നടത്തി. ഞങ്ങൾ കഴിഞ്ഞ മാസം MLA-മാർ അവിടെ പോയപ്പോൾ ഞങ്ങൾ അഹമ്മദാബാദ് കണ്ടു, അതിന് ഉൾപ്രദേശങ്ങൾ കണ്ടു. ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. അത് മാത്രമല്ല സാർ, വളരെ ദയനീയ അവസ്ഥ. ഈ 2023 SSLC പരീക്ഷ നടന്നപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്ത് 166 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ ഒറ്റ കുട്ടി പോലും ജയിച്ചില്ല. സാർ, എന്ത് ഖേദകരമാണ് സാർ. അവരാണ് പുരോഗമന വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് BJPയും കോൺഗ്രസും പറയുന്നത്. 166 സ്കൂളിൽ എഴുതിയ കുട്ടികൾ 0, ഒറ്റ കുട്ടിയും ജയിച്ചില്ല. അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. സാർ, കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി എനിക്ക് വെക്കാനുണ്ട്. സാർ, തൊഴിലില്ലായ്മ വേതനം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഒരു മാസം 125 രൂപയാണ്. സാർ, 125 രൂപയേ ഉള്ളൂ. അത് വർദ്ധിപ്പിക്കണം. ഒരു മാസം 125 എന്നുള്ളത് ഇരട്ടിയായോ അല്ലെങ്കിൽ അതിലിരട്ടിയായോ വർദ്ധിപ്പിക്കണമെന്നാണ് പറയാൻ. അംഗൻവാടി ജീവനക്കാരുടെ
ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. സാർ, തുടർ സാക്ഷരതാ പ്രേരകന്മാർ അവർ ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് സാർ. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ സ്കൂൾ പാചക തൊഴിലാളികളുണ്ട്, അവർക്ക് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്, അതും കൂടി വർദ്ധിപ്പിക്കണം സാർ. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി, അവിടെ മറ്റ് കാച്ച്മെൻറ്റ് ഏരിയയിലുള്ള മുഴുവൻ താലൂക്ക് ആശുപത്രിയും വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് തുക കിട്ടുന്നില്ല സാർ. സ്ഥലപരിമിതി ഉണ്ടതുകൊണ്ട് ഞങ്ങൾ 50 സെൻറ്റ് റവന്യൂ ലാൻഡ് ഞങ്ങൾക്ക് കിട്ടി. അവിടെ കെട്ടിടം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. ശാസ്താംകോട്ട തടാക സംരക്ഷണം, ഞാൻ 10-25 വർഷക്കാലമായിട്ട് ഇവിടെ പറയുന്നതാണ് സാർ. ശാസ്താംകോട്ട തടാക സംരക്ഷണം ഇനിയെങ്കിലും നടത്തണം. ഈ ഗവൺമെന്റ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞതാ സാർ. ഫണ്ട് അനുവദിക്കണം, ബഡ്ജറ്റിൽ കണ്ടില്ല, അതുകൊണ്ട് ഫണ്ട് അനുവദിക്കണം എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സാർ. അതേപോലെ നമ്മുടെ സാർ ഈ ജേർണലിസ്റ്റുകാരെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി സാർ. പത്രസ്ഥാപനങ്ങളിൽ ഇതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക, ഇതുകൂടി പറയുക സാർ. പത്രസ്ഥാപനങ്ങളിൽ ജീവനക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജേർണലിസ്റ്റ് അവർക്ക്, അതായത് ജനയുഗ പത്രത്തിന് വേണ്ടി ഞാൻ പറയുന്നത്, CPI-ക്കാർ പറയേണ്ടെന്ന് ഞാൻ കയറി പറയുക സാർ. ജനയുഗ പത്രത്തിൽ ജോലി ചെയ്യുന്ന 10-39 പേര് പെൻഷൻ അപ്ലൈ ചെയ്തു. നാളെ ഇതേവരെ അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല സാർ. ബഹുമാന്യനായ ധനകാര്യമന്ത്രി അക്കാര്യത്തിൽ ഇടപെടണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി 2024-2025 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു.